ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ നിത്യതയെക്കുറിച്ച് പല കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. നമ്മുടെ ഉൽപ്രാപണത്തെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ നാം പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമുക്ക് ഇവിടെ നിലനിൽക്കുന്നതായ ഒരു നഗരമില്ലല്ലോ, വരുവാനുള്ളത് അതിനുവേണ്ടി ആണ് ഓരോ വിശുദ്ധരും കാത്തിരിക്കുന്നത്. എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ആ നീണ്ട പട്ടിക നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിനെ കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അബ്രഹാം എല്ലാ ദൈവജനത്തിന്റെയും പ്രതിനിധിയായിട്ട് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുന്ന ആ ആരംഭമാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് വിശ്വാസികളുടെ എല്ലാം പ്രതിനിധിയായി അബ്രഹാമിനെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നവർ ഒരു പുതുദ്ദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവിടെ ആ വിശ്വാസ വീരന്മാരെല്ലാം അവര് നോക്കിയിരുന്നത് ഒരു പുതുദ്ദേശത്തിനാണ്. തുടർന്ന് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഇവിടെയെല്ലാം നമുക്ക് വേണ്ടി നിത്യതയിൽ എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്പകാലത്തെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ എത്രയൊക്കെയോ തത്രപ്പാടുകൾ കാട്ടി ഇവിടെ എന്നെന്നും നിലനിൽക്കും എന്നുള്ളതായ വ്യാമോഹത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകുവാൻ അവൻ തയ്യാറാണ്. ദുഷ്ടനായ പിശാച് ലോകമോഹങ്ങളിലൂടെ അവനെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കുമെന്ന്. അത് ഈ ലോകത്തിലെ സമ്പത്താകട്ടെ, ഈ ലോകത്തിലെ സുഖങ്ങളാകട്ടെ, അത് എന്നും വീണ്ടും അത് ദാഹമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ നിത്യത, അവിടെ നാം കർത്താവിനോടൊപ്പം ചിലവിടുന്ന ആ നാളുകൾ, അതിന് ഒരിക്കലും ഒരവസാനമില്ല. അവിടെ മറ്റു ലോകത്തിന്റെ ചിന്തകളില്ല. നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിട്ടുള്ള ആ നിത്യവാസം, അത് ഈ ലോകം ഉപേക്ഷിച്ചവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഈ ലോകത്തേക്കാൾ വിലയേറിയതായി ആ നിത്യതയെ കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചതിന്റെ കാതലായ ചിന്ത അത് തന്നെയാണല്ലോ. അതെ, ആ ദൈവത്തിൻ കരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.